നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നീ എത്ര പ്രാർത്ഥിച്ചിട്ടു, എത്ര ദൈവത്തെ വിളിച്ചിട്ടു നിനക്ക് ലഭിക്കേണ്ടതായ വിജയം ലഭിച്ചില്ലെങ്കിൽ ഇത് നിന്റെ ദിവസമാണ്. ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, അവന്റെ കൽപ്പന പ്രമാണിക്കുക. ദൈവവചനം പ്രമാണിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, അതിരുകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ലോകവും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ആരെ സ്നേഹിക്കണം? യേശുവിനെ സ്നേഹിക്കണം. ദൈവം സ്നേഹമാകും. ആരുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ, സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിരിക്കും. ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ചാൽ നിന്നിൽ മാത്രമല്ല 1000 തലമുറ വരെ ദൈവം നിന്നോട് ദയ കാണിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നീ എത്ര പ്രാർത്ഥിച്ചിട്ടു, എത്ര ദൈവത്തെ വിളിച്ചിട്ടു നിനക്ക് ലഭിക്കേണ്ടതായ വിജയം ലഭിച്ചില്ലെങ്കിൽ ഇത് നിന്റെ ദിവസമാണ്. ദൈവം നിന്നോട് സംസാരിക്കുക. 2 കാര്യങ്ങൾ നീ ചെയ്യണം. 1, ആഴമായി കർത്താവിനെ സ്നേഹിക്കണം. 2, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. വചനം എന്തു പറയുന്നു അത് നീ ജീവിതത്തിൽ പ്രാവർത്തികത്തിൽ കൊണ്ടുവരണം. നിന്നിൽ എന്തോ ആരംഭിക്കാൻ പോകുന്നു, അത് നിന്റെ സന്തതി പരമ്പരയിലേക്ക് തുടരാൻ പോവുക. നിങ്ങളുടെ സകല അവസ്ഥയ്ക്കും യേശു മാറ്റം തരിക. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നിൽ ആ ദയ പകരണേ, അടുത്ത ജനറേഷനിലേക്കും ആ ദയ പകരണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ദയ ഉണ്ടാകണം. 1000 തലമുറ വരെ ദയ കാണിക്കാമെന്ന് പറഞ്ഞ ദൈവം ഇവരിൽ ആരംഭിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നോട് ദയ കാണിക്കും. ഗോഡ് ബ്ലസ് യു.